നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് വിക്രം എവിടെയെന്ന് ചോദിച്ച വിനായകനെ വിശ്വത്തെയൊക്കെ നല്ല രീതിയിൽ തല്ലി ചതയ്ക്കുന്നുണ്ട് എസ് സാബു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സുധാകരൻ മാഷിന് നെഞ്ചു പൊട്ടി. കാരണം ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മക്കളെയാണ് അയാൾ പിടിച്ചിട്ട് തല്ലുന്നത്. അങ്ങനെ തല്ലുകൊണ്ട് അവശരായി അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് മാഷ് പൊട്ടിക്കരയുവാണ്. മാഷിനെ ചേർത്ത് പിടിച്ചിട്ട് വിശ്വം പറഞ്ഞു, എനിക്കൊന്നുമില്ല അച്ഛാ, എന്നെ അവർ തല്ലിയിട്ടൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാഷിനറിയാലോ. ഒടുവിൽ എസ് ഐ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനി ഇതുപോലെയൊക്കെ തരും. എത്രയും പെട്ടെന്ന് അവൻ എവിടെയാന്ന് വെച്ചാൽ ഞങ്ങളോട് ഒന്ന് പറഞ്ഞോണം. അവനെങ്ങാനും വീട്ടിലേക്ക് വരുമോ ഫോൺ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് അറിയിച്ചോണം. അല്ലെങ്കിൽ ഇനി ഇതിന്റെ അപ്പുറമായിരിക്കും കിട്ടാൻ പോകുന്നത്. പോടോന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിടാൻ തുടങ്ങണം. അപ്പോഴേക്കും മാഷി എന്നിട്ട് പറഞ്ഞു, സാറേ ഇപ്പം ചെയ്തേനുണ്ടല്ലോ, അതിനെന്താളും സാറിനിട്ട് കിട്ടുമെന്ന് പറയണം. എൻ്റെ മോൻ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ താൻ എന്താണോ പറയണമെന്ന് ചോദിച്ചുകൊണ്ട് മാഷിനെ പിടിച്ച് തത്തിച്ച് അടിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും വിശ്വ ഇടയ്ക്കിലേക്ക് വിശ്വം പറഞ്ഞു, അയ്യോ സാറേ ഒന്നും ചെയ്യില്ല, എൻ്റെ അച്ഛനൊന്നും ചെയ്യില്ല, അച്ഛനെ വയ്യാതിരിക്കുന്നതെന്നൊക്കെ പറയണം. എടോ കിളവ, വയ്യെങ്കില വയ്യാത്ത പോലെ ഇരിക്കണം, അറിയാലോ തൻ്റെ നാക്കുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോടോന്നൊക്കെ പറഞ്ഞിട്ട് മാഷിനെ അങ്ങ് തള്ളി വിടുവാണ്. പിന്നീട് വിശ്വവും വിനായകനും ചേർന്ന് മാഷിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോരുവാണ്. ആ സമയത്ത് വേദ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ദീപ്തി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ദീപ്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, മോളെ ഇപ്പോഴും നീ വിശ്വസിക്കുന്നുണ്ടോ വിക്രം അത് ചെയ്തതെന്ന്? അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, എനിക്കറിയാം വേദേച്ചി, ഇനി വേദേച്ചി കൂടുതൽ വിക്രമേട്ടനെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. മോളെ സത്യമായിട്ടും വിക്രം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല, വിക്രത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പക്ഷെ ഞാനൊരു കാര്യം ഓർപ്പിച്ചു, എന്താണ് ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, നിനക്ക് വിക്രത്തോട് ഇപ്പം ദേഷ്യം ഉണ്ടായിരിക്കും. കാരണം എനിക്കറിയാം നിന്റെ മനസ്സിൽ വേറെ പലതും പറഞ്ഞ് നിറച്ചിട്ടുണ്ടായിരിക്കാം വിക്രമാണ് കുറ്റക്കാരനെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. എന്നെങ്കിലും ഒരു കാലത്ത് നീ സത്യം തിരിച്ചറിയും, അന്ന് നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോളെ എന്ന് പറഞ്ഞു. ദീപ്തി പറഞ്ഞു, പിന്നെ അതൊക്കെ ചേച്ചിയുടെ വ്യാമോഹം മാത്രമാണ്. വിക്രമേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ വിക്രമേടന് കിട്ടുക തന്നെ വേണം. പിന്നെ ചേച്ചിയാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ ചേച്ചിക്കും കിട്ടും. അറിയാലോ, ഞാനും വെറുതെ ഇരിക്കും ചേച്ചിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, നിന്റെ മനസ്സിലിപ്പം വിക്രമം തെറ്റുകാരെന്നുള്ള ചിന്ത കിടക്കുക. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുകയും ചിന്തിക്കുക പോലും ചെയ്യുന്നത്. അതെന്നും മാറുന്നോ? ഒരു പക്ഷേങ്കിൽ അന്നോ നിനക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഇപ്പം നീ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, വരുണ അറിയുന്നുണ്ടായിരിക്കും. കാരണം വരുണും മരിച്ചെങ്കിലും വരുണിന് ആത്മാവിന് ശാന്തി പോലും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. യഥാർത്ഥ കൊലയാളിയെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. വരുൺ ഒരു ചേട്ടനെ പോലെ സ്നേഹിച്ച വിക്രത്തിനെ, എന്നിട്ടാണ് വിക്രത്തെ എല്ലാവരും കൂടെ കുറ്റക്കാരനാക്കിയിരിക്കുന്നത്. അത് വരുണിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി കൂടുതൽ ഡയലോഗൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും ദീപ്തിയുടെ മനസ്സ് മാറ്റാനായിട്ട് വേദിക്ക് കഴിഞ്ഞില്ല. വേദിക്ക് സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായി. എന്നെങ്കിലും ഒരിക്കൽ ഇവളെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. തൻ്റെ വിക്രം തെറ്റുകാരനല്ലെന്ന് താനെ ഇവളുടെ മുന്നിൽ തെളിയിക്കും. ഇതിൻ്റെ പിന്നിലുള്ളവരെല്ലാം താൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് വേദയുടെ. ആ സമയത്ത് കമലയ്ക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. വേദ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അത് സന്തോഷമൊരു കാര്യമാണ്. വേദ ഉറപ്പായിട്ടും ഈ വീട്ടിലേക്ക് തിരികെ വരും. തൻ്റെ മോൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരികെ വരും. തൻ്റെ മോൻ കുറ്റക്കാരനല്ലെന്ന് തെളിയണം. ആ ഒരു ചിന്തയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴത്തേനുമാണ് മാഷും വിനായകനും വിശ്വമൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല എന്നിട്ടിച്ചു, എന്താ മാഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറയണ. എന്താ മാഷെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? അയ്യോ ഇതെന്താ വിശ്വത്തിനും വിനായകനും ഒക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ആ പോലീസുകാർ, അയ്യോ എൻ്റെ മക്കളെ അവർ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചിട്ട് കമല കടന്ന് കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് ശ്രീജ നന്ദിനിയൊക്കെ ഓടി വന്നു. എന്താന്ന് ചോദിക്കണം. അപ്പോഴാണ് വിനായകനെയും വിശ്വത്തിനെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ശ്രീജ വന്ന് വിശ്വത്തിൻ്റെ കയ്യിലെ പിടിച്ചുകൊണ്ട് പോവാണ്. അതുപോലെ തന്നെ വിനായകനെ പിടിച്ച് നന്ദിനി അങ്ങോട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയം നന്ദിനി ചോദിച്ചു, വിനയേട്ട അയാൾ തല്ലിയോ വിനയേട്ടെന്ന് ചോദിച്ചു. പിന്നെ തല്ലാതെ, അയാൾ പിന്നെ ഉമ്മ വെക്കുകയാണോ ചെയ്തേ? ഒന്നും പറയണ്ട, വിക്രം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ഭഗവാനെ, അയാൾ ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവനായി പോയല്ലോ. അയാളുടെ തല ഇടുത്തി വീഴത്തുള്ളൂ എൻ്റെ വിനയേട്ടനെ ഇങ്ങനെ കാണിച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അറിഞ്ഞ് പിരാകുവാണ്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, വിനയേട്ടൻ എവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിക്കൊണ്ട് വരാം, ചൂട് പിടിക്കാന്നൊക്കെ പറഞ്ഞ് നന്ദിനി അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് മാഷ ആകെപ്പാടെ തകർന്നവിടെ ഇരിക്കുകയാണ്. കമല വെച്ചു, എന്തൊക്കെയാ മാഷി കേൾക്കണേ? എന്തിനാ എങ്ങനെയൊക്കെ? അതിന് നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. എന്താ മാഷിനെ അയാൾ അടിക്കോ മറ്റോ ചെയ്ത്? അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ മാഷിൻ്റെ കവളത്തെന്താ ഒരു പാടെന്ന് ചോദിച്ചു. അത് പിന്നെ പോലീസുകാരല്ലേ കമലെ,
അവർ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും എന്ന് പറയണം. ആ സമയം നന്ദിനി ചൂടുവെള്ളമൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ചൂടുവെള്ളം വെച്ച് വിനായകന് ചൂട് പിടിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞ് എല്ലാത്തിനും കാരണം അവനല്ലേ, അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതെങ്ങനെയാ? അവനെന്ത് തെറ്റ് ചെയ്താലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. അവന് വന്നങ്ങോട്ട് കീഴടങ്ങുമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മാഷൂർ നീ എന്താ നന്ദിനി പറയണേ? അല്ലെങ്കിൽ സ്വന്തം കാര്യം ചിന്താമയുള്ള നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രമുള്ളല്ലോ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും നിന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. എൻ്റെ വിക്രം ഒരു തെറ്റും ചെയ്യട്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് പിന്നെ അച്ഛൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലോ. തെളിവുകളൊക്കെ അവനെതിരല്ലേന്ന് ചോദിച്ചു. ഏത് തെളിവുകൾ എന്ത് തെളിവുകൾ എതിരാണെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഇന്ന് ആ SI കാണിച്ച തരവഴുത്തരം അയാൾ ഇപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം വിക്രം ഉറപ്പായിട്ടും ചെയ്യും. ഒരുപക്ഷെ വിക്രം പുറത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിക്രം എവിടെയാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ അയാൾ വിക്രത്തെ വെറുതെ വിടത്തില്ലായിരുന്നു. പക്ഷേ അങ്ങനെയെങ്ങാനും വിക്രത്തിന് മുന്നിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കഷ്ടകാലമായിരുന്നു. പക്ഷേ ഇതിനെൻ്റെ മോൻ എന്തായാലും പകരം വീട്ടുന്നതിനെ കള ഉറപ്പാ. അവൻ്റെ ചേട്ടന്മാരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിശ്വം പറഞ്ഞു, അച്ഛാ ഇനിയിപ്പം പ്രതികാരം ചെയ്യാനൊന്നും അവനെ പറഞ്ഞു വിടണ്ട. കാരണം അറിയാലോ, ആ SIയുടെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, വിശ്വേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും വിക്രമല്ല തെറ്റുകാരെന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷു പറഞ്ഞു, എൻ്റെ മോളെ അതിനെ എത്ര നാൾ പിടിക്കും എങ്ങനെ ആർക്കറിയാം. അതിൻ്റെ ഇടയ്ക്കിൽ ആ വാസവൻ്റെ കയ്യിൽ എങ്ങനെ പെട്ടുപോയാൽ തീർന്നു. പാവം എൻ്റെ മോനൊരു തെറ്റും ചെയ്യാതെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കമല പറഞ്ഞു, എനിക്കറിയില്ല മാഷി ഇനി എന്ത് ചെയ്യണമെന്ന്. ഇനി അയാൾ ഇങ്ങോട്ടേക്ക് വരുമോ? നിങ്ങളൊക്കെ തല്ലി ചതയ്ക്കുമോ? ഒരു കാര്യം ചെയ്യാം, ഇനി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുവാണെങ്കിൽ ഞാനും കൂടെ വരാം. അവിടെ വന്ന് ഞാനും തല്ലുകൊണ്ടോളാം. അല്ലാതെ എനിക്ക് പറ്റില്ല മാഷി എന്നൊക്കെ പറഞ്ഞ് കമല കരയുവാണ്. മാഷോട് നീ വിഷമിക്കണ്ട. ഒരുപക്ഷെ വിക്രമോടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് എൻ്റെ നേരെയോ അല്ലെങ്കിൽ അവൻ്റെ ചേട്ടന്മാർക്ക് നേരെ ഒന്ന് കൈ പൊക്കാനായിട്ട് സമ്മതിക്കുമായിരുന്നു. ഒരിക്കലും ഇല്ല. അവനിവിടെ ഇല്ല എന്നുള്ള ധൈര്യത്തിനല്ലേ അയാൾ ചെയ്തേ. അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കോളും കമലെ, നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് കമലയെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ കമലയുടെ നെഞ്ചു പഠിച്ചുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ടെൻഷനായിരുന്നു കമലയ്ക്ക്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു കമലയ്ക്ക്. ഈ സമയത്ത് ദർശൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിശ്വത്തിനെ വിനായനെയൊക്കെ വിളിച്ചു വരുത്തി തല്ലിയെന്നൊക്കെ അറിയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വേദയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നീട് വേദയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ ദർശനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി വീണ്ടും ആ SI സാബു വിളിപ്പിക്കും. വിക്രത്തെ കണ്ടു കിട്ടുന്നോടം വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു, അതെ വേദ, അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. എത്രയും പെട്ടെന്ന് വിക്രത്തെ രക്ഷിക്കാനായിട്ട് നോക്കണം. വേദ പറഞ്ഞ്, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ദർശൻ. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. അറിയാലോ, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസവൻ്റെ ആൾക്കാർ, അതുപോലെ തന്നെ പോലീസുകാരും ഉണ്ട്. അവരുടെ കയ്യിലെങ്ങാനും വിക്രത്തെ കിട്ടിയിട്ടുണ്ട് തീർന്നെന്ന് പറയണം. വേദയുടെ ഉള്ള മനസ്സമാധാനം പോയി. എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. വിക്രത്തോടാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനും പറ്റില്ല. വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണെന്നറിയാം. വിക്രം പിന്നെ ഒന്നും നോക്കത്തില്ല. SI സാബുവിനെ പോയി വലിച്ചു കയറത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് അന്ന് വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയെ വിളിക്കുകയാണ് വേദ വിളിച്ചിട്ട് പറഞ്ഞു, ഇഷിതേ ഇന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കണം ആ സമയത്ത് വിക്രത്തെ കൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഞാൻ ഗേറ്റിൻ്റെ അവിടെ കാത്തു നിന്നോളാം. വിക്രത്തെ അവിടെ ഒന്ന് കൊണ്ട് ഇറക്കി വിട്ടാൽ മാത്രം മതി. അല്ല റിസ്ക്കാ നീ ഏറ്റെടുക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് ആ കാര്യത്തിൽ ഇന്നൊരു പേടിയില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എത്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തോടെ എന്ന് ഇഷിത കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടിട്ടും വിക്രം പറഞ്ഞു, അല്ല ഡോക്ടറെ, ഞാൻ അങ്ങോട്ടേക്ക് പോകണോ? ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, ചിലപ്പോൾ വേദയ്ക്കും അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞു. വേദ നല്ല ആത്മവിശ്വാസത്തില, അതുകൊണ്ട് വിക്രം പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വിക്രത്തെ കൊണ്ട് ഇഷിത വേദയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഗേറ്റിന് കുറച്ച് അപ്പുറമായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. പിന്നീട് വേദയെ വിളിക്കുകയാണ്. വേദ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇത് തന്നെ പറ്റിയ സമയം. വേദ പെട്ടെന്ന് ഗേറ്റിൻ്റെ അരിയിലേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് വിക്രം ഇഷിതയുടെ തോളിലിങ്ങ് കൈയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. പെട്ടെന്ന് വേദ വന്നിട്ട് വിക്രത്തെ പിടിച്ചു. പിന്നീട് ഇഷിതയോട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തെ പോലെ ആ കൃത്യസമയത്ത് തന്നെ ഇഷിത ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നേ. അല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താലും വിക്രത്തെ കൊണ്ട് കാലിൽ ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് വേറൊരിടത്തും കൊണ്ട് ചികിത്സിപ്പിക്കാനും പറ്റില്ല. പുറത്ത് ഫ്ലാഷ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വിക്രത്തെ അന്വേഷിച്ച് ചെല്ലുമോ എന്നുള്ള കാര്യം അറിയാം. ഒന്നെങ്കിൽ വാസവൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ പോലീസുകാർ.
ആ സമയത്ത് ഇഷിത പറഞ്ഞു, അതെ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? നിനക്കൊരാവശ്യം വന്നാൽ ഞാൻ വരുന്നതല്ലേ, എനിക്കൊരാവശ്യം വന്നാൽ നീയും വരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇഷിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദയും കുട്ടിക്ക് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അല്ല, വിക്രത്തെയും കൂട്ടിക്കേണ്ട അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് വേദ. ആ സമയം വിക്രം ചോദിച്ചു, വേണ്ട, ഇത്ര വലിയ റിസ്ക് ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചു. അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കും വിക്രം. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അല്ല എൻ്റെ അച്ഛനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ, വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം വേദ പറഞ്ഞു, വിളിച്ചു, അവർക്ക് അവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെയാണ് പറയുന്നത്, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ വേദയ്ക്ക്. അല്ലാത്ത എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.